ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ ഒരു കുടുംബത്തിലുള്ളവരോട് തന്നെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എല്ലാവർക്കും അത് എഗ്രി ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് ഓരോ അഭിപ്രായങ്ങളും അല്ലേ പറയുമ്പോൾ നിങ്ങൾ മിക്കവാറും പേര് എന്നോട് എഗ്രി ചെയ്യുന്നു. എനിക്ക് അതൊരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കുറേ മലയാളം വീഡിയോസ് വാച്ച് ചെയ്യാറുണ്ട്. നമ്മൾക്കിവിടെ മലയാളം TV ചാനലില്ല, വേണമെങ്കിൽ കിട്ടും കേട്ടോ, പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ചില വീഡിയോസൊക്കെ വാച്ച് ചെയ്യും. അപ്പോൾ ഈയിടെയായിട്ട് ഒരുപാട് കാണുന്ന ഒരു കാര്യമാണ് പ്രായമായ പേരൻസിനെ ടേക്ക് കെയർ ചെയ്യാത്ത മക്കൾ. അതുപോലെ തന്നെ ഒരുപാട് ക്രൂരമായി പെരുമാറുന്നു, ദേഹ ഉപദ്രവം ചെയ്യുന്നു, അവരുടെ പണമെല്ലാം തട്ടിയെടുക്കുന്നു. അങ്ങനെയുള്ള പല വീഡിയോസും വാച്ച് ചെയ്യാൻ ഇടയായി. കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ വാച്ച് ചെയ്തതാണ്. ഒരു അപ്പനെ ടേക്ക് കെയർ ചെയ്യാതെ 2 ആമക്കളുണ്ട്, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ അയൽവക്കക്കാരൊക്കെ കൂടിയിട്ട് അതിനൊരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇത്രയും പ്രായമായ പേരൻസിനെ നോക്കാത്ത മക്കൾ ഇങ്ങനെ ഉപദ്രവമൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നാറുണ്ട്. ഞാൻ ഉൾപ്പെടെ എന്താണ് ഇങ്ങനെ മക്കൾ പെരുമാറുന്നത്? ഇത്രയും വർഷം അവരെ ടേക്ക് കെയർ ചെയ്തവരല്ലേ ഈ പേരൻസ് എന്നോർക്കുമ്പോൾ നമ്മളൊക്കെ ആ മക്കളോട് ദേഷ്യം തോന്നാറുണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ പ്രായമായിട്ടുള്ള മനുഷ്യർ അവരുടെ ചെറുപ്പകാലം അവരെങ്ങനെയുള്ള വ്യക്തികളായിരുന്നു. ഈ മക്കൾ മനസ്സിലാക്കിയിട്ടുള്ള ആ വ്യക്തി ഈ മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള പേരൻസ് ആണോ, അതോ പണം സമ്പാദിക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു? അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് കമ്പാഷൻ കാണിച്ചിട്ടുള്ളവരാണോ, അനുകമ്പയോട് പെരുമാറിയിട്ടുള്ളവരാണോ? ഇപ്പോൾ ഒരു അപ്പനാണെങ്കിലും അമ്മയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് മക്കൾ കണ്ടിട്ടുള്ളതാണോ? അതുപോലെ അവരുടെ പേരൻസിനെ, ഈ മക്കളുടെ ഗ്രാൻഡ് പേരൻസിനെ നോക്കുന്നത് അവർ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും ഈ ഗ്രാൻഡ് പേരൻസിനെ അവർ നോക്കിയിട്ടുള്ളതാണ് എന്ന് അല്ലേ. അത് മിക്കവാറും അപ്പൻ്റെ അമ്മയും അപ്പനും ആയിരിക്കും അല്ലേ ആ ഗ്രാൻഡ് പേരൻസ്. പക്ഷേ പല സമയത്തും ഇപ്പം അമ്മ തന്നെ എൻ്റെ അപ്പനെയും അമ്മേനെയും കാണാൻ എനിക്കൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ സമ്മതിക്കാറില്ല അല്ലേ. ആ വീട്ടിലെ കുറച്ച് സുഖം ഒക്കെ കുറയും, അതുകൊണ്ട് തന്നെ അമ്മയെ വീട്ടിൽ വിടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ മക്കൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൻ്റെ അപ്പനാണെങ്കിലും അമ്മയുടെ അപ്പനും അമ്മയാണെങ്കിലും ഒക്കെ ഒരുപോലെയാണ്, അവരുടെ ഗ്രാൻഡ് പേരൻസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് എക്സാമ്പിളാണ് കൊടുക്കുന്നത്? ഇത്രയും നാൾ വളർത്തിയതാണ് ഈ അമ്മയെയും അവരുടെ അപ്പനും അമ്മയും അല്ലേ. പക്ഷേ അവരെ ഒന്ന് കാണാൻ പോലും വിടാത്ത അപ്പനായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ പല അമ്മമാരും, ചിലപ്പോൾ എല്ലാ അമ്മമാരും നല്ല സ്ത്രീകളായിരിക്കണമെന്നില്ല അല്ലേ. മോശമായി വഴിതെറ്റിയ രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരമ്മയെ കണ്ടു വളർന്നിട്ടുള്ള മക്കളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരിക്കലും ആ അമ്മയോട് സ്നേഹം ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നില്ല അല്ലേ. അതുപോലെ തന്നെ പല പേരൻസും പണം സമ്പാദിക്കുന്ന തിരക്കിലാണ്. ചിലപ്പോൾ ഈ പണം സമ്പാദിച്ചു കൂട്ടുന്നത് മക്കൾക്ക് വേണ്ടി തന്നെയായിരിക്കും. പക്ഷേ മക്കളുടെ അടുത്ത് ഒട്ടും സമയം സ്പെൻഡ് ചെയ്യാതെ, അവരോട് ഒട്ടും സ്നേഹം കാണിക്കാതെ അവർക്കായിട്ട് അധ്വാനിച്ച് പണം സമ്പാദിച്ച് വെക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിലും ചിലപ്പോൾ പേരൻസ് തന്നെ അബ്യൂസീവായിട്ടുള്ള പേരൻസ് ഉണ്ട്, മക്കളെ തല്ലുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന പേരൻസ് ഉണ്ട്. അപ്പോൾ മിക്കവാറും മക്കൾ ആ കമ്പാഷനും ആ ലവും ആ റെസ്പെക്റ്റും ഒക്കെ കണ്ടു പഠിക്കുന്നത് പേരൻസിൽ നിന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മക്കളെ കുറ്റം പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ആ മക്കൾ വളർന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു ടീനേജറായിട്ടുള്ള മകനോ മകളോ ആണ് പേരൻസിനോട് കുറച്ച് ദേഷ്യത്തോടെ കയർത്ത് സംസാരിക്കുന്നു, എതിര് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സ്വാഭാവികമായ കാര്യമാണ് അല്ലേ ആ പ്രായത്തിലൊക്കെ ചിലപ്പോൾ. പക്ഷേ ഞാനീ പറയുന്നത് 10, 50, 60 വയസ്സായ ആളുകൾ ആണ് ഈ പേരൻസിനോട് ഈ ദ്രോഹം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ ആ പേരൻസിനോടുള്ള ദേഷ്യം കാണും. അതുപോലെ അവർ വളർന്നു വന്ന രീതി, ആ വീട്ടിലെ അന്തരീക്ഷം അതായിരിക്കും.
പക്ഷെ ചില മക്കളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമാകുമ്പോൾ അവർ തന്നെ റിയലൈസ് ചെയ്യും, അല്ലേ? ഇപ്പോൾ എങ്ങനെയുള്ള പേരൻസ് ആയിരുന്നു, ദുഷ്ടരായിട്ടുള്ള പേരൻസ് ആയിരുന്നെങ്കിലും അവരവരുടെ ലൈഫിൽ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, എത്ര മോശമായ പേരൻസ് ആണെങ്കിലും എൻ്റെ പേരൻസ് ആണ്, എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ളവരാണ്, അതുപോലെ എനിക്ക് വേണ്ടി നല്ലത് ആഗ്രഹിക്കുന്ന എൻ്റെ പേരൻസ് മാത്രമേ ഉള്ളൂ, അതാണ് സത്യം, അല്ലേ? അങ്ങനെയുള്ള എൻ്റെ പേരൻസ് നോക്കേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് വരുന്ന പല മക്കളും ഉണ്ട്, അല്ലേ? അത് വളരെ നല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഒരു പേരൻസും പെർഫെക്റ്റ് അല്ല, അല്ലേ? അതുപോലെ തന്നെ ഒരു ഫാമിലിയും പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ മക്കൾ ഒരു പ്രായം കഴിയുമ്പോൾ, നമുക്കും മക്കളായി കഴിയുമ്പോൾ തിരിച്ചറിയേണ്ടതാണ്. പേരൻസ് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നില്ലെങ്കിലും ദുഷ്ടതയോടെ പെരുമാറിയിട്ടുണ്ടെങ്കിലും അവർക്ക് അറിയാവുന്ന രീതിയിൽ വളർത്തി, അല്ലേ, എന്നേ വിചാരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മളത് റിയലൈസ് ചെയ്ത് പേരൻസിനെ നോക്കാനുള്ള, ഇപ്പോൾ പുറം നാട്ടിലൊക്കെ പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ നാട്ടിൽ വന്ന് പേരൻസിനെ നോക്കാൻ പറ്റിയെന്നിരിക്കില്ല. പക്ഷേ ഇപ്പോൾ നാട്ടിലുള്ള മക്കളാണെങ്കിൽ തന്നെ പേരൻസിനെ നോക്കാനുള്ള സാഹചര്യം അല്ലെങ്കിലും ഒരു പേരൻസിനോടും ക്രൂരമായിട്ട് പെരുമാറുക, ദേഹോപദ്രവം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? അതിനുള്ള തിരിച്ചറിവ് ഏത് മക്കളും നേടേണ്ടതാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രണ്ട് സൈഡും ചിന്തിക്കുക. അപ്പോൾ ഈ മക്കൾ ഇത്ര ക്രൂരമായിട്ട് പെരുമാറുമ്പോൾ അവരിൽ മാത്രം കുറ്റം കാണാതെ എങ്ങനെ നമ്മുടെ സൊസൈറ്റിയെ അങ്ങനെയുള്ള ഒരിതിൽ നിന്ന് മാറ്റിയെടുക്കാം, മനുഷ്യരുടെ ചിന്താഗതി, ആ പേരൻസും മക്കളെ വളർത്തുമ്പോൾ അത് തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഈ മക്കളെ ബ്ലെയിം ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, ആ ഫാമിലിയുടെ അന്തരീക്ഷവും എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ നൗ.